ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആണ്. ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല്ലൊക്കെ തേച്ച് ഒന്ന് ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖം കഴുകി വന്നപ്പോൾ തന്നെ ഒരു ഉണർവായിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് ചേട്ടായും കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. സൺഡേ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങുന്ന ആളാണ്. പക്ഷേ ഇന്ന് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ചേട്ടായും കൂടെ നേരത്തെ എഴുന്നേറ്റ് വന്നതാണ്. അല്ലെങ്കിൽ ഒരു 10 മണി വരെയൊക്കെ ആശാൻ കിടക്കാറുണ്ട്. പല്ല് തേച്ച് വന്ന എന്നെ പല്ല് തേക്കാൻ പഠിപ്പിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ നേരെ ചായ ഇടാനായിട്ട് പോയി. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ജനൽ വഴി വെയിലടിച്ചുകൊണ്ടിരിക്കുവേ. തലേന്ന് വിചാരിക്കുവേ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണമെന്നൊക്കെ. പക്ഷേ ഞായറാഴ്ചയല്ലേ എന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് നേരം ഉറങ്ങി അതങ്ങ് കൂടുതൽ നേരം ആയി പോകാറാണ് പതിവ്. പിന്നെ കുറച്ച് സമയം ചായയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നേ. രാവിലെ സമയത്ത് കുറച്ച് നേരമൊക്കെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ നല്ല രസമാണ്. കുറച്ച് കഴിഞ്ഞ് അങ്ങ് വന്നിരുന്നാൽ മൊത്തം ചൂടടിച്ച് പഴുത്ത് കിടക്കുമായിരിക്കും ടൈലൊക്കെ. അപ്പോൾ ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല. ഇന്നാണെങ്കിലേ വുമൺസ് ഡേയും കൂടെയാണ്. അപ്പോൾ ചേട്ടൻ പറയുമായിരുന്നു ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴേ, എന്നാൽ പിന്നെ ഞാൻ 2 റൗണ്ട് ഇതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് ഓടാന്ന്. എന്നാൽ പിന്നെ ഇന്ന് നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനായിട്ടൊരു കഥയായല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇരുന്നിട്ട് ഞങ്ങളാണെങ്കിലേ നമ്മുടെ വീട് വരെ ഒന്ന് പോകണമായിരുന്നു. കാര്യം കർട്ടനൊക്കെ എടുക്കാനുള്ളതിൻ്റെ അളവ് നോക്കണമായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ചിക്കനൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നേരെ രാവിലെ നമ്മൾ കാട്ടൂര് ചേട്ടയുടെ വീട്ടിലും നമ്മുടെ വീട്ടിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നേരെ വരുന്ന വഴിക്കാണ് ചിക്കനും പിന്നെ എല്ലും കപ്പയും കൂടെ കുഴയ്ക്കാൻ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് എല്ലൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ എല്ലാം വാങ്ങി കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മ നല്ല പാലപ്പവും എക്സ്റ്റൂവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ആയിരുന്നേ കഴിക്കാനായിട്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഏറെക്കുറെ എല്ലാ വീട്ടിലും പാലപ്പമൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. പിന്നെ വുമൺസ് ഡേ ആയതുകൊണ്ട് തന്നെ വുമൺസിന് നല്ല പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകളൊക്കെ ഉണ്ടായിരുന്നേ. അതും കണ്ട് ഫുഡൊക്കെ കഴിച്ചിരുന്നിട്ട് നമ്മൾ നേരെ ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് റെഡി ആവുമായിരുന്നേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന്. ഇതുപോലെ ഒരു ഞായറാഴ്ചയൊക്കെ കിട്ടുമ്പോഴേ നമ്മുടേതായിട്ടുള്ള അത്യാവശ്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റത്തുള്ളേ. അതാണ് ഈ ഉച്ച വെയിലത്ത് തന്നെ അങ്ങ് ഇറങ്ങിയത്. ആദ്യം ഫർണിച്ചർ ഷോപ്പിലേക്കാണ് വന്നത്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കാനായിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഏതെടുക്കണമെന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നേ. ചേട്ടയാണെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക ആ ഒരു ഡയലോഗും കൊണ്ടാണ് ഏത് കടയിൽ പോയാലും വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ 2 പേരുടെയും വീടാണ്, 2 പേർക്കും ഒരുപോലെ മനസ്സിന് പിടിച്ച സാധനം വാങ്ങിക്കൊണ്ട് പോകാമെന്ന്. ഏകദേശം 1/4 മണിക്കൂർ നിന്ന് പരതി ഇഷ്ടപ്പെട്ട സാധനം ബുക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ തുണിക്കടയിലേക്ക് വന്നേ. ഇവിടെ വന്നതും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് നോക്കാനായിട്ടായിരുന്നേ. അതൊക്കെ ചടപടയും നോക്കി. കാര്യം നല്ല തിരക്കായിരുന്നേ, പെരുന്നാളൊക്കെ അടുത്ത് വരുമല്ലേ. പിന്നെ നേരെ നമ്മളൊരു ബേക്കറി കയറിയേ. ഇച്ചിരി വെള്ളം കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയായി പോയായിരുന്നു. കാര്യം അതുപോലത്തെ ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഹെൽമെറ്റും കൂടെയൊക്കെ വെച്ചിട്ട് തലയൊക്കെ വിയർത്ത് ഒരു പരുവായി പോയായിരുന്നു. സർബത്തൊക്കെ കുടിച്ചപ്പോൾ തന്നെ വലിയൊരു ആശ്വാസമായി. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ ചേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് നേരെ കാട്ടൂരേക്ക് പോയി. കാര്യം നമ്മൾ ബുക്ക് ചെയ്ത ഐറ്റംസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇറക്കി വെക്കാൻ പോയതാണേ. എനിക്കാണെങ്കിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. ഞാനപ്പോൾ അത് കൈയോടെ അങ്ങ് പൊട്ടിച്ച് നോക്കുവാണ്. അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ആണെന്നുള്ളതും നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഉള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ പറയാവേ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ വിശപ്പില്ലായിരുന്നു. പിന്നെ അമ്മച്ചി കഴിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്ന കാരണത്തെ കുറച്ച് ചോറ് പോയി എടുത്ത്. കാര്യം ദാഹമാണ് കൂടുതൽ, ചൂടിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു. ചേട്ടൻ പിന്നെ കാട്ടൂരോട്ട് പോയ വഴിക്ക് ചേട്ടയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചിട്ട് വന്നത്. പിന്നെ 2 പേരും കുറച്ച് നേരം കിടന്നുറങ്ങി. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ടെറസിൽ വന്നതാണേ. നമ്മൾ രാവിലെ കഴുകിയിട്ടിട്ട് പോയ തുണി എടുക്കാനായിട്ട്. അഴ പിന്നെയും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിരുന്ന പൈപ്പ് കുറേ നാൾ കൂടിയിരുന്നത് ദ്രവിച്ച് പോയപ്പം കമ്പ് കെട്ടി. അപ്പോൾ അതും വളഞ്ഞു പോയി. പിന്നെ ചായയൊക്കെ ഇട്ട് കൂടെ കഴിക്കാനായിട്ട് പഴംപൊരിയും പത്തിരിയൊക്കെ ഉണ്ടായിരുന്നേ. ചായയോടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് നാളെ എന്തായാലും തിങ്കളാഴ്ചയല്ലേ, വർക്കിന് പോകുമ്പം ഫുഡൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ തലേന്ന് ഞാനിങ്ങനെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഇനി ഞാൻ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ചേട്ടയ്ക്കാണെങ്കിൽ ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഈ സാധനം കഴിച്ചോളൂ, അത്ര ഇഷ്ടമാണ് ബീട്രൂട്ട്. ഞാനതൊക്കെ കഷ്ണമായിട്ട് അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോപ്പറിലിട്ട് അരിഞ്ഞ് തരാനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഞാൻ ഈ വായി വെച്ച് കൊടുത്തത് ചേട്ടയുടെ വീട്ടിൽ രാവിലെ നമ്മൾ പോയില്ലേ, അന്നേരം ചക്ക തന്നു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറച്ചെടുത്ത് കഴിച്ച് നോക്കിയതാണ്. ഇച്ചിരി കൂടെയൊക്കെ പഴുക്കാനായിട്ടുണ്ടത്. അങ്ങനെ നാളത്തെ പാചകത്തിനുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഉത്സവം കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള പാട്ടുകളം ക്ഷേത്രത്തിൽ അവിടെ ഉത്സവമാണ്. 2-3 ദിവസമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് ചുമ്മാ ഇരുന്നപ്പോൾ സൺഡേ ഒക്കെ അല്ലേ, ഒന്ന് പോയിട്ട് വരാമെന്നോർത്ത് വന്നതാണ്. വന്ന സമയത്ത് ഗരുഡൻ തുള്ളലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് നേരിട്ട് കാണുന്നത്. പിന്നെ നല്ല അടിപൊളി കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നേ. പല കാണാ കാഴ്ചകളും ഞാൻ കണ്ടിട്ടുള്ളത് സത്യം പറഞ്ഞ ചേട്ടയുടെ കൂടെ കൂടിയതിന് ശേഷം തന്നെയാണ്. പിന്നെ ഏത് പള്ളിപ്പറമ്പിൽ വന്നാലും അമ്പലപ്പറമ്പിൽ വന്നാലും ഒരു ഐസ്ക്രീം പതിവാണ്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീടെത്തിയേ. പിന്നെ ഞാൻ ചേട്ടായിക്കുള്ള ഫുഡ് എടുക്കുമായിരുന്നേ. എനിക്കാണെങ്കിൽ ആ ഐസ്ക്രീം കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അത് കാരണം ഒന്നും വേണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ എല്ലും കപ്പയും കുഴച്ചതും ചിക്കൻ കറി മോര് കാച്ചിയതൊക്കെ ആയിരുന്നേ. ഉച്ചയ്ക്ക് ചേട്ടായി ഫുഡ് കഴിക്കാനില്ലാഞ്ഞ കാരണം എല്ലും കപ്പയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാനായിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. നമ്മുടെ വീട്ടിലേക്ക് ചെറുതായിട്ടാണെങ്കിലും കുറച്ച് ഫർണിച്ചേഴ്സൊക്കെ വാങ്ങാൻ പറ്റിയില്ലേ, അതാണേ കാര്യം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻസും ഒന്നും മറക്കല്ലേ. ടാറ്റാ.